തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനാഥ രോഗികളുടെ എണ്ണം കൂടി വരുന്നത് പ്രതിസന്ധിയാകുന്നു. ജില്ലാ ഭരണകൂടവും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. അനാഥരും കൂട്ടിരിപ്പുകാർ ഇല്ലാത്തവരുമായ 40ഓളം രോഗികളാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിൽ കഴിയുന്നത്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവരും തനിച്ചു താമസിക്കുന്നവരും യാചകരും ഉൾപ്പെടെ വലിയ ചികിത്സ ആവശ്യമില്ലാത്ത രോഗികളും ഈ കൂട്ടത്തിലുണ്ട്. ചികിത്സയ്ക്ക് പുറമെ ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ രോഗികളുടെ ചികിത്സാ കാലാവധി പൂർത്തിയായാലും ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഏതെങ്കിലും സംവിധാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനോ സാധിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. സമീപകാലത്തായി ഇത്തരം രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. കട്ടിൽ ആവശ്യമായി വരുന്ന പുതിയ രോഗികൾക്ക് ഇതുമൂലം പലപ്പോഴും തറയിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടും ആശുപത്രിയിൽ തന്നെ തുടരുന്ന നിരവധി പേരുണ്ട്. ഇവരെ പരിചരിക്കാൻ നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും അധിക സമയം വിനിയോഗിക്കേണ്ടതായും വരുന്നു. അപകടനിലയിലോ അബോധാവസ്ഥയിലോ എത്തുന്ന രോഗികളുടെ കൂടെ ആളില്ലാത്തത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അടിയന്തര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സമാകുന്നു. നിരാലംബരായ ഈ രോഗികൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നത് നിലവിൽ സന്നദ്ധ സംഘടനകളാണ്. മെഡിക്കൽ കോളേജിന് പുറമെ ജില്ലാ ജനറൽ ആശുപത്രികളിലും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അനാഥരായ രോഗികൾ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാതാകുന്നതോടെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് പതിവ്. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള നൂലാമാലകളും കാലതാമസവും വേറെ. ഇതോടെ മോർച്ചറി ഫ്രീസറുകളിലെ ലഭ്യതയും കുറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിനം പ്രതി അനാഥ രോഗികളുടെ എണ്ണം പെരുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമൂലം യഥാർത്ഥത്തിൽ രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവരെ ഏറ്റെടുക്കുവാൻ ആളില്ല എന്നുള്ളതാണ് ഇതിന് ഗുരുതരമായി നേരിടുന്ന പ്രതിസന്ധി. കുറച്ചധികം രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് അവർ നേഴ്സിംഗ് കെയർ കൊടുത്ത് വീടുകളിലേക്ക് അയക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. കുറച്ചധികം രോഗികൾ ജില്ലാ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അതും കുറച്ച് സൗകര്യപ്രദവും. അതിനുള്ള സാഹചര്യങ്ങളും നിലവിലില്ല. ഇനി ഉള്ള ബന്ധുക്കളുണ്ടെങ്കിൽ ബന്ധുക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് അധികം രോഗികളെ ഇവിടെ ഗൗരവമായി ചികിത്സിക്കേണ്ടതുണ്ടാവും. അങ്ങനെ ആശുപത്രികളിലെ ഈ രോഗികളുടെ എണ്ണം യഥാർത്ഥത്തിൽ വർദ്ധിക്കുമ്പോൾ ഏറ്റെടുക്കാനുള്ള ആൾക്കാരില്ലാത്ത സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ രോഗമായി വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടാത്ത വിഷയമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുമൂലം മരണപ്പെടുന്ന രോഗികൾ മരണപ്പെട്ടാൽ അവരുടെ ബോഡി ഇവിടെ ഫ്രീസറിൽ അനാഥമായി സൂക്ഷിക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കഴിയുമ്പോൾ മാസങ്ങൾ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ ഫ്രീസറുകളെല്ലാം ഏതാണ്ട് സ്റ്റക്കാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം ഗുരുതരമായ പ്രതിസന്ധി ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല ജില്ലാ ജനറൽ ആശുപത്രികളിലൊക്കെ തന്നെ ഉണ്ടാകാം. ഇന്ന് ഈ സ്ഥാപനം നേരിടുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ആശുപത്രി വികസന സമിതി ചെയർമാൻ കൂടിയാണ്, അതുപോലെ സാമൂഹ്യനീതി ജില്ലാ ഓഫീസർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസ്ചാർജ് ചെയ്യാവുന്ന രോഗികളെ പരിചരിക്കുന്നതിന് സംവിധാനമുണ്ടാക്കണം. അപകടനില തരണം ചെയ്ത രോഗികളെ ജില്ലാ, താലൂക്ക്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തുടങ്ങി ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള നടപടി വേണം. മേൽവിലാസവും ബന്ധുക്കളുമുള്ള രോഗികളെ രോഗം മാറിയാൽ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. ബന്ധുക്കളില്ലാത്തവർക്ക് പ്രത്യേക സൗകര്യമുണ്ടാകണം. ഗുരുതരമായ സാമൂഹിക വിഷയമായതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആശുപത്രി വികസന സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറും സാമൂഹ്യനീതി വകുപ്പ് അധികാരികളും അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് INTUC പ്രസിഡന്റ് KN നാരായണൻ ജില്ലാ കളക്ടർക്കും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിനും നിവേദനം നൽകിയിട്ടുണ്ട്.